അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരാണ് വിശുദ്ധൻ? ആരാണ് ജിബ്രീൽ അല്ലെങ്കിൽ ജബ്രയേൽ മാലാഖമാർ? ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് മതപ്രബോധനത്തിന് കാലഘട്ടമായാൽ അത്തരം ഇടങ്ങളിലേക്ക് ദൈവദൂതനെ അല്ലെങ്കിൽ വിശുദ്ധനെ അല്ലെങ്കിൽ വലിയനെ അല്ലെങ്കിൽ പ്രവാചകനെ നിയോഗിക്കണമെങ്കിൽ ആ പ്രദേശത്തെ ഏറ്റവും ബുദ്ധിയും കാര്യശേഷിയും വിവേകവും ലോകവിജ്ഞാനവുമുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയുള്ള സത്യവും നീതിയും ധർമ്മവും തിരിച്ചറിയാൻ ശേഷിയുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ തിരഞ്ഞെടുത്ത് സൃഷ്ടാവ് അടിമകളിൽ നിന്നും അത്തരം ആളുകൾക്ക് 4 വർഷത്തെ ശാരീരിക മാനസിക സാമ്പത്തിക പീഡനങ്ങൾ അഥവാ ട്രെയിനിങ് നൽകി 100 മാർക്കിൽ 99 മാർക്കും കരസ്ഥമാക്കുന്ന അതികഠിനമായ പ്രക്രിയയിലൂടെയാണ് ഒരാളെ പ്രവാചകൻ അല്ലെങ്കിൽ വലി ആയി തിരഞ്ഞെടുക്കുക. അത്തരം ആളുകൾക്ക് വഹ്യ് അഥവാ ദിവ്യ സന്ദേശം എത്തിക്കും. അത് ഔലിയാക്കളാണെങ്കിൽ അവിടെ അത് കറാമത്ത് എന്ന് പറയുന്നു എന്ന് മാത്രം. ഈ രണ്ടും ഒന്നു തന്നെയാണ്. 2 വിഭാഗങ്ങളെയും താരതമ്യം ചെയ്ത് വേർതിരിക്കാൻ വേണ്ടി ഇത്തരം പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഇന്ന് ശാസ്ത്രീയമായി നാം അതിനെ നിർവചിക്കപ്പെടേണ്ടി വരുമ്പോൾ അതിൻ്റെ യഥാർത്ഥ നിർവചനം ഇന്ന് നമുക്ക് ഒരു വീഡിയോ കോൺഫറൻസ് അമേരിക്കയിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നോ അവിടെയുള്ള മതനേതാക്കളെയോ അല്ലെങ്കിൽ ഭരണകർത്താക്കളെയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാദികളെയോ കാണുവാനും സംസാരിക്കാനും വീഡിയോ കോൺഫറൻസിലൂടെ നടക്കപ്പെടും. അഥവാ ഡാറ്റ വോയിസ് വേവ്സുകൾ അന്തരീക്ഷത്തിൽ മറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണപ്പെടാത്ത ദൈവിക സൃഷ്ടിയാലുള്ള പ്രപഞ്ചമായ നഗ്നസത്യങ്ങളാണ്. അത് സ്കാനിങ് ആയിക്കോട്ടെ, എക്സ്റേ ആയിക്കോട്ടെ, മറ്റു രീതിയിലുള്ള മൊബൈൽ ടെക്നോളജിയുടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംവിധാനമായിക്കോട്ടെ, നമ്മുടെ കണ്ണുകൊണ്ട് മറയ്ക്കപ്പെട്ട ഒരുപാട് നഗ്നമായ ശാസ്ത്രീയ സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളെ വെച്ചുകൊണ്ടാണ് അള്ളാഹു പ്രപഞ്ചത്തെ തന്നെ നിയന്ത്രിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മളുടെ കൺകളിലേക്ക് ആ കാലഘട്ടത്തിൽ തന്നെ ഇത്തരം വീഡിയോ കോൺഫറൻസ് സംവിധാനങ്ങൾ സർവശക്തനായ ദൈവം അല്ലെങ്കിൽ അള്ളാഹു അല്ലെങ്കിൽ യഹോവ ചെയ്തു കൊടുക്കുന്ന സംവിധാനമുണ്ട്. അതിൻ്റെ അത്യാധുനികമായ ടെക്നോളജി അല്ലെങ്കിൽ ശാസ്ത്രീയ വശം അറിയുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു. ആ അതിനൂനത ശാസ്ത്രീയ സാങ്കേതിക വിദ്യ നാം ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ കരസ്ഥമാക്കിയെങ്കിൽ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ അല്ല ഡാറ്റ ആൻഡ് വോയിസ് ടെക്നോളജി ഈ പ്രപഞ്ചത്തിലുള്ളത്. അത് നാം കണ്ടെത്തിയില്ല എന്ന് മാത്രം. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു അല്ലെങ്കിൽ യഹോവ അല്ലെങ്കിൽ ദൈവം ഇത് പ്രപഞ്ചം സൃഷ്ടിച്ച അന്ന് മുതൽ ഈ ഇത്തരത്തിലുള്ള വേവ്സുകൾ
നമ്മുടെ ഈ അന്തരീക്ഷത്തിലുണ്ട്. ഇനിയും ഒരുപാട് അതേ രീതിയിലുണ്ട്. ചിലതൊക്കെ കാണാം, ചിലത് കാണപ്പെടാം, ചിലത് അറിയാം, ചിലത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. അത്തരം സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി അന്നത്തെ കാലത്തുള്ള ഡാറ്റ വോയിസ് ടെക്നോളജിയിലൂടെ വീഡിയോ കോൺഫറൻസ് നടത്തിയ സംവിധാനത്തെയാണ് ജബ്രയേൽ മാലാഖമാർ എന്ന് പറയുന്നത്. അത്തരം അതിശക്തമായ വൈദ്യുതിയുടെ എനർജിയും അതേപോലെ പ്രകാശവും നമ്മുടെ ശരീരത്തിലേക്ക് വരികയും ആ പറയപ്പെടുന്ന സംവിധാനത്തെയാണ് ജിബ്രീൽ എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് കിട്ടുന്ന നോളേജ് അഥവാ ഇൽമ് അല്ലെങ്കിൽ വിജ്ഞാനം, ആ വിജ്ഞാനത്തെ പറയുന്ന പേരാണ് ദിവ്യ സന്ദേശം അഥവാ വഹി അല്ലെങ്കിൽ കറാമത്ത്. അത് വീഡിയോ കോൺഫറൻസിലൂടെ നടത്താം. അതിനുശേഷം വേണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് അഥവാ ഹൃദയത്തിനകത്താണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത്. ആ മനസ്സിലേക്ക് നമുക്ക് അല്ലാഹു അല്ലെങ്കിൽ സൃഷ്ടാവ് അവൻ്റെ ഉടമസ്ഥയിലാണ് ഈ മനസ്സിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കും, മറ്റ് നിങ്ങളുടെ ബാഹ്യഭാഗത്ത് നിങ്ങൾ എന്തെല്ലാം ചെയ്താലും അതല്ല, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ നോക്കും എന്ന് പറയാൻ കാരണം ആ ഹൃദയത്തിനകത്തിരിക്കുന്ന മനസ്സിലേക്ക് അവൻ ആ വിജ്ഞാനത്തെ ഇട്ടുതരും. ഇങ്ങനെയാണ് നമുക്ക് വഹി അല്ലെങ്കിൽ കറാമത്ത് ദിവ്യ സന്ദേശം നൽകപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലുള്ള എനർജികളുടെ സോഴ്സിനെയാണ് മാലാഖമാർ എന്ന് പറയുന്നത്. അത് വെള്ളത്തിൻ്റെ സോഴ്സായാലും വായുവിൻ്റെ സോഴ്സായാലും വെളിച്ചത്തിൻ്റെ സോഴ്സായാലും എല്ലാ എനർജികളുടെയും ടോട്ടൽ സോഴ്സ് ആണ് അല്ലാഹു അല്ലെങ്കിൽ യഹോവ അല്ലെങ്കിൽ ദൈവം എന്ന് എല്ലാവരും മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്.